അത് കഴിഞ്ഞ നിയമത്തിൽ, അതായത് ഭേദഗതി ഇപ്പം നിലവിലുള്ള നിയമത്തിൽ സെക്ഷൻ 15 പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഏറ്റെടുക്കുന്ന. ഇപ്പോഴത്തെ പറയുന്നത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്നാണ്. അതായത് ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? അവർ അത് ഈ നിയമത്തിൽ വരുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല, എന്തുകൊണ്ട് ഇത് നിഷേധിച്ചു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെയുള്ള ഒരു വകുപ്പിൽ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് പകരം എന്ന് പറഞ്ഞാൽ സർക്കാരാണ്, ഇത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ്. അതിൻ്റെ ഒരു അതോറിറ്റിയെ നിയമിക്കുന്നുണ്ട്. അത് നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് കേരളത്തിലെയും അതിൻ്റെ അകത്തും ഈ സൊസൈറ്റി ഫങ്ഷണലല്ല എങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കുന്ന നിയമം. അതിൻ്റെ അകത്തെ വേറൊരു ഇത് പറയാം, 16,000 പേരാണ് ഒരു വർഷം ഇത് അപേക്ഷിക്കുന്നത്. അതിലേതാണ്ട് 3,000 അപേക്ഷകളാണ് ന്യൂനപക്ഷത്തിൻ്റെ ഉള്ളത്, ബാക്കിയുള്ളത് അല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ന്യൂനപക്ഷത്തിന് മാത്രമായിട്ട് എങ്ങനെ ഒരു നിയമം വരുന്നത്? എല്ലാവർക്കും കൂടെയുള്ള നിയമമാണ്. ഇത് ചോദ്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് അപ്പീലിന് പോകാം, ഇതിൻ്റെ അകത്ത് ക്ലാരിറ്റി വരുത്താം. ഇനി ഏതെങ്കിലും ഇത് അനാഥമായിട്ട് കിടപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥാപനം അനാഥമായിപ്പോയി ആരുമില്ല എങ്കിൽ ഈ അതോറിറ്റി ഏറ്റെടുത്തിട്ട് അതിൻ്റെ പുനരുദ്ധാനം നടക്കും. അതിന് FCR അവർ തന്നെ എടുക്കും, ഈ അതോറിറ്റി തന്നെ എടുക്കും. നേരത്തെ ചിന്തിക്കാൻ മേലാതെ അല്ലല്ല. എന്നിട്ട് അത് നവീകരിച്ചതിന് ശേഷം അത് നടത്താൻ ആരെങ്കിലും തയ്യാറായിട്ട് വരികയാണെങ്കിൽ അതിനവർ രേഖയൊക്കെ കാണിക്കണം. കാരണം ഇവരുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്ന അവർക്ക് കൊടുക്കും. അത് ഈ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ അത് അവർക്ക് കൊടുക്കും. മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും ഏറ്റെടുക്കാൻ പറ്റില്ല. അത് നവീകരിച്ചതിന് ശേഷം, പുനരുദ്ധരിച്ചതിന് ശേഷം അവർക്ക് തിരിച്ചു കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്, ആരാധനാലയങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ എടുത്തിട്ട് ചിലർ പോകുമല്ലോ. അങ്ങനെയുള്ളതാണെങ്കിൽ ഏറ്റെടുത്തിട്ട് അത് പുനരുദ്ധീകരിച്ചിട്ട് അതിൻ്റെ അവകാശികൾ വന്നാൽ അവർക്ക് വിട്ടുകൊടുക്കും. ഇത് ഈ അതോറിറ്റി, ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ഈ FCR അപേക്ഷിക്കാൻ ഇന്ത്യയിൽ ഒരിക്കലും ഇല്ലാത്തതാണ്. അത് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതും ആളില്ലെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഭാഗമാകൂ. അത് ആരാധനാലയം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കും. പക്ഷേ അത് ആരും ഏറ്റെടുക്കാനില്ല എങ്കിൽ അവിടെ വന്ന് ആർക്കും ആരാധന നടത്താവുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ നിയമത്തിൽ പറയുന്നത്. ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവുമില്ല, പക്ഷെ ചർച്ചകൾ ആവശ്യമാണ്. അല്ല, അവർക്ക് അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കാം. കാരണം പാർലമെൻറ്റിൽ അതാണല്ലോ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവും, അത് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് പകരം ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയായി ആരാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മറ്റേ സർക്കാർ ഏറ്റെടുക്കുന്നതാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള മാറ്റമാണ്. ഇത് ഗുണകരമായിട്ടുള്ള അങ്ങനെ ആണല്ലേ കൊടുക്കുള്ളൂ. അത് ഇപ്പോൾ വളരെ 2010 മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അമെൻമെൻ്റ് അനുസരിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുള്ളൂ. അത് പിന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിയമപരമായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് അല്ല. അത് പക്ഷേ ഇങ്ങനെ ചർച്ച വരുന്നത് നല്ലതാണ്. ഈ FCR എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമെന്നുള്ള ആ ധാരണ മാറണം. ബാക്കിയുള്ളവർക്കും കൂടി ഉള്ളതാണ്. ഇവിടെയുള്ള നിയമമെല്ലാം എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ചർച്ചകൾ വരട്ടെ. എന്തെങ്കിലും ആശങ്കകളുണ്ടാകുമെന്ന് പറയട്ടെ. അത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ആ ചർച്ച നടക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ FCR എന്ന് പറയുന്നത് എല്ലാവരും കരുതിയിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. അങ്ങനെയല്ല. ഭൂരിപക്ഷവും ഈ മറ്റ് സമുദായങ്ങൾ, അതായത് ഈ ന്യൂനപക്ഷം അല്ലാത്തവരാണ് അപേക്ഷിക്കുന്നത്, ഈ സൊസൈറ്റികൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചർച്ച വരുന്നത് നല്ലതാണ്. ഈ ജനങ്ങളുടെ ഒരു ധാരണ FCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂനപക്ഷത്തിന് മാത്രമാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.